നാളുകളായുള്ള നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നല്ല വാർത്ത എത്തിക്കഴിഞ്ഞു. ഏകദേശം 2-3 ആഴ്ചയായി കേരളീയർ യാഥാർത്ഥ്യം അന്വേഷിച്ച് നടന്ന ഒരു സമസ്യയ്ക്കാണ് ഇപ്പോൾ ഉത്തരം ലഭിച്ചിരിക്കുന്നത്. സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെ തൃശ്ശൂർ എംപിയും നടനുമായ ശ്രീമാൻ സുരേഷ് ഗോപിക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന നല്ല വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വളരെ നാളുകൾക്ക് ശേഷം അദ്ദേഹം ആദ്യമായി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നു. മാത്രമല്ല, ആ പ്രതികരണത്തിനിടയിൽ വളരെ കൗതുകകരമായ ഒരു വാക്കുകൂടി അദ്ദേഹം ഉച്ചരിച്ചു. വാനരൻ എന്ന് വെച്ചാൽ കുരങ്ങൻ. എന്താ സംഭവമെന്ന് ചിന്തിക്കുന്ന ചിലരെങ്കിലും കാണും. അവർക്ക് വേണ്ടി കാര്യമൊന്ന് ചുരുക്കി പറയാം. ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു വിവാദ വിഷയമുണ്ട്: വോട്ടർ പട്ടിക ക്രമക്കേട്. കേരളത്തിൻ്റെ ഏതോ മുക്കിലും മൂലയിലും താമസിക്കുന്നവരൊക്കെ തൃശ്ശൂരിൽ വന്ന് വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് വോട്ടിട്ടു എന്നുള്ളതാണ് സംഭവം. അത്തരത്തിൽ വോട്ട് ചെയ്തവരൊക്കെ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടവരാണ് എന്നുള്ളതാണ് പ്രധാന കാര്യം. ഏകദേശം 3 ആഴ്ച മുമ്പ് കേരളത്തിലെ 2 കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ വെച്ച് മനുഷ്യക്കടത്ത് നടത്തി എന്ന പേരിൽ ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് തൃശ്ശൂർ എംപിയായ സുരേഷ് ഗോപി മിണ്ടാതെയായത്. വീട്ടുകാരോടും ബന്ധുക്കളോടും കൂട്ടുകാരോടുമൊക്കെ അദ്ദേഹം സംസാരിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ജനങ്ങളോടും മാധ്യമപ്രവർത്തകരോടും ഒന്നും പുള്ളിക്കാരൻ ഒരു കാര്യവും മിണ്ടിയില്ല. ഇതോടുകൂടിയാണ് സുരേഷ് ഗോപിയുടെ സംസാരശേഷി നഷ്ടപ്പെട്ടോ എന്ന കാര്യത്തിൽ പലർക്കും സംശയമുയർന്നത്. അതിനിടയിലാണ് സുരേഷ് ഗോപിയുടെ തന്നെ മണ്ഡലത്തിൽ വോട്ടർ പട്ടിക ക്രമക്കേട് ഉയർന്നു വന്നത്. എന്നിട്ടും പുള്ളി ഒരക്ഷരവും ഇതിനെപ്പറ്റിയോ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിനെക്കുറിച്ചോ മിണ്ടിയില്ല. ഇതെന്താ സംഭവമെന്ന് ഒരു പിടിയുമില്ലാതെ ജനങ്ങളും. ഒടുവിൽ ഇന്ന് വോട്ടർ പട്ടികയിലെ ക്രമക്കേടിൽ ആദ്യമായി മാധ്യമങ്ങളോട് പ്രതികരിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തിയിരിക്കുകയാണ്. രാവിലെ തൃശ്ശൂരിൽ ശക്തൻ തമ്പുരാന്റെ പ്രതിമയിൽ മാല ചാർത്താൻ എത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. തനിക്കെതിരെ ഉയർന്ന വിവാദങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മറുപടി പറയേണ്ടതെന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്. അതായത് വോട്ടർ പട്ടിക ക്രമക്കേട് വിഷയമാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറഞ്ഞില്ലെങ്കിൽ വിഷയം സുപ്രീം കോടതിയിലെത്തുമ്പോൾ അവിടെ പോയി ചോദിച്ചോളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ അതാണ് കാര്യം. പുള്ളി സംസാരിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ തൃശ്ശൂർ സംബന്ധിച്ച് നടന്ന വിഷയങ്ങളിൽ മറുപടി പറഞ്ഞതല്ല. മറുപടി വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പത്രസമ്മേളനം നടത്തുന്നത് വരെ കാക്കണമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോഴും മറുപടി കിട്ടിയില്ലെങ്കിൽ അതിനുശേഷം ഈ വിഷയം സുപ്രീം കോടതിയിലെത്തുമെന്നും അവിടെ പോയി ചോദിക്കാനുമാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത്. എന്തായാലും കൊള്ളാം. തൃശ്ശൂരിലെ ജനങ്ങളുടെ അവസ്ഥ ആലോചിച്ച് വിഷമം തോന്നുന്നുണ്ട്. ഇന്ന് ചിങ്ങം 1 ആയിരുന്നല്ലോ. ചിങ്ങപ്പുലരിയിൽ ശക്തൻ്റെ പ്രതിമയിൽ മാല ചാർത്തിയതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും സുരേഷ് ഗോപി ഇക്കൂട്ടത്തിൽ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷത്തെ തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ച് ബംഗളൂരുവിൽ നിന്ന് വാങ്ങിയ മാലയാണ് അദ്ദേഹം ശക്തൻ്റെ പ്രതിമയിൽ ചാർത്തിയത് എന്നാണ് മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. മാല ചാർത്തിയതിന് ശേഷം സുരേഷ് ഗോപിയിൽ നിന്ന് കുറച്ച് ഡയലോഗുകളും പുറത്തു വന്നു. അദ്ദേഹത്തിൻ്റെ സ്വാഭാവിക രീതിയിൽ ഹൃദയം പറഞ്ഞു, ചെയ്തു. തൃശ്ശൂരിൻ്റെ ഏറ്റവും ശക്തനായ ജനനായകനായിരുന്നു ശക്തൻ. ആ ശക്തി തൃശ്ശൂരിന് ലഭിക്കണം. അതിനുവേണ്ടിയാണ് ഇത് ചെയ്തത്. വിവാദങ്ങൾക്കെല്ലാം ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയും. ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ല. ഞാൻ മന്ത്രിയാണ്. ആ ഉത്തരവാദിത്വം ഞാൻ മികച്ച രീതിയിൽ നിർവഹിക്കുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറഞ്ഞില്ലെങ്കിൽ വിഷയം സുപ്രീം കോടതിയിലെത്തുമ്പോൾ നിങ്ങൾ അവിടെ പോയി ചോദിച്ചാൽ മതി. ഈ പുള്ളിക്കാരൻ മാധ്യമങ്ങളോട് പറഞ്ഞ ഡയലോഗാണത്. സുരേഷ് ഗോപി പബ്ലിക്കിനോട് സംസാരിക്കുന്ന സംസാര രീതി നമുക്കറിയാമല്ലോ. പൂർണ്ണമായും അദ്ദേഹത്തിനു മാത്രം മനസ്സിലാകുന്ന രീതിയിലാണ് സംസാരം. കുറച്ചു കാര്യങ്ങൾ പബ്ലിക്കിനും കൂടി മനസ്സിലാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയും ആ പതിവ് തെറ്റിച്ചില്ല. അപരാഹത്തിൻ്റെ അനന്ത നീലിമയിൽ അവൻ നടന്നകന്നു, ഭീമനും യുധിഷ്ഠിരനും ബീഡി വലിച്ചു, ആ സ്റ്റൈൽ തന്നെ. അപ്പോൾ മാധ്യമപ്രവർത്തകരോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. അക്കൂട്ടത്തിലാണ് സുരേഷ് ഗോപിയിൽ നിന്നും നമ്മൾ ആദ്യം പറഞ്ഞ ആ വാക്ക് പുറത്തു വന്നത്: വാനരൻ. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ പറയുമെന്നും കമ്മീഷൻ പറഞ്ഞില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ കേസ് വരുമ്പോൾ അവിടെ പോയി ചോദിച്ചാൽ മതിയെന്നും പറഞ്ഞു കഴിഞ്ഞ ശേഷം സുരേഷ് ഗോപി പറഞ്ഞ അടുത്ത ഡയലോഗ്: കുറേ ആരോപണങ്ങളുമായി കുറച്ച് വാനരന്മാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അവരോട് അങ്ങോട്ട് പോകാൻ പറയൂ, അവിടെ പോയി ചോദിക്കൂ എന്നാണ്. അതായത് തൃശ്ശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിനെക്കുറിച്ച് ആരോപണങ്ങളുമായി വന്നവരോട് ഇലക്ഷൻ കമ്മീഷനോട് പോയി ചോദിക്കാനോ അതല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോയി ചോദിക്കാനോ ആണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഈ ജനപ്രതിനിധി പറയുന്നത്. തന്നെ സംബന്ധിച്ചുള്ള ഒരു വലിയ തെറ്റ് ചൂണ്ടിക്കാട്ടുന്നവർ അദ്ദേഹത്തിന് വാനരന്മാരാണ്, വെറും കുരങ്ങൻ. തൃശ്ശൂരിൽ അദ്ദേഹത്തിൻ്റെ വോട്ട് ചെയ്ത ജനങ്ങൾ ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ടാകും. എന്തായാലും ഈ വാനരൻ പരാമർശം വിവാദമാകുമെന്നുള്ള കാര്യം ഉറപ്പിക്കാം. ഓർക്കേണ്ട ഒരു സംഗതി ഉണ്ട്: യഥാർത്ഥ വാനരൻ ആരാണ് എന്നുള്ള യാഥാർത്ഥ്യം.
സുരേഷ് ഗോപി സ്വയം ചിന്തിച്ചാൽ നാണം കെട്ടു പോകുന്നതും BJP പ്രവർത്തകർ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതുമായ ഒരു ഭൂതകാലം ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ കിടപ്പുണ്ട്. അത് കേട്ട് നമുക്ക് തന്നെ തീരുമാനിക്കാം ആരാണ് വാനരൻ എന്ന്. ഏകദേശം 19 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 2006 മെയ് 15 ഇന്ത്യ ടുഡേയിൽ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയുണ്ട്. കേരളത്തിലെ പ്രമുഖ മലയാളം സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന VS അച്യുതാനന്ദന് വേണ്ടി വോട്ട് തേടി എന്ന വാർത്തയായിരുന്നു അത്. ആ വാർത്തയ്ക്കൊപ്പം ചിത്രവും നൽകിയിട്ടുണ്ട്. ഇന്ത്യ ടുഡേ വിശദമായ വാർത്ത തന്നെയാണ് നൽകിയിരിക്കുന്നത്. മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ 2006 VS അച്യുതാനന്ദൻ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ഉയർന്നു വന്ന നിരവധി വിവാദങ്ങൾക്കൊടുവിലാണ്. VSന് മത്സരിക്കാൻ സീറ്റ് നൽകാത്ത സംസ്ഥാന കമ്മിറ്റിക്കെതിരെ പലയിടങ്ങളിലും പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാന കമ്മിറ്റി യോഗം വീണ്ടും കൂടിയാണ് അച്യുതാനന്ദന് മത്സരിക്കാൻ അനുമതി നൽകിയത്. 2001 തന്നെ തോൽപ്പിച്ച മാരാരിക്കുളം നിയമസഭാ നിയോജക മണ്ഡലം ഒഴിവാക്കി അദ്ദേഹം അന്ന് മത്സരിക്കാനെത്തിയത് മലമ്പുഴ നിയമസഭാ മണ്ഡലത്തിലാണ്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പ് മൂർധന്യത്തിലെത്തി ചൂട് പിടിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സുരേഷ് ഗോപി മലമ്പുഴ നിയമസഭാ മണ്ഡലത്തിലെത്തിയത്. VS അച്യുതാനന്ദന് വേണ്ടി വോട്ട് ചോദിച്ച് അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടാണ് അദ്ദേഹം അന്ന് വേദി വിട്ടത്. ഈ സംഭവം നടക്കുന്നതിന് ഒരാഴ്ച മുൻപ് സുരേഷ് ഗോപി വടക്കൻ കേരളത്തിൽ, അതായത് അന്നത്തെ പൊന്നാനി നിയമസഭാ നിയോജക മണ്ഡലത്തിലായിരുന്നു. എന്തിനായിരുന്നു അദ്ദേഹം പൊന്നാനി പോയത് എന്ന് ചോദിച്ചാൽ അതും ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിരുന്നു. അദ്ദേഹം പ്രചരണം നടത്തിയ സ്ഥാനാർത്ഥിയുടെ പേര് MB ഗംഗാധരൻ. പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. എതിരെ മത്സരിക്കുന്നത് CPM നേതാവ് പാലൊളി മുഹമ്മദ് കുട്ടി. ഈ MB ഗംഗാധരൻ സുരേഷ് ഗോപിയുടെ ഒരു അടുത്ത ബന്ധു കൂടിയാണ്, അതായത് സുരേഷ് ഗോപിയുടെ അമ്മാവൻ. ആ ഒരു ബന്ധം വച്ചാണ് MB ഗംഗാധരനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സുരേഷ് ഗോപി പ്രചരണം നടത്തിയതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ MB ഗംഗാധരന് വേണ്ടി പ്രചരണം നടത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് CPM നേതാവായ VS അച്യുതാനന്ദന് വേണ്ടി സുരേഷ് ഗോപി പ്രചരണം നടത്താനെത്തിയത്. MB ഗംഗാധരന് വേണ്ടി പ്രചരണം നടത്തിയ ശേഷം VS അച്യുതാനന്ദന് വേണ്ടി മലമ്പുഴയിലെത്തി പ്രചരണം നടത്തുന്നതിനിടയിൽ അദ്ദേഹം അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം ഇന്ത്യ ടുഡേ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് പുള്ളി പറഞ്ഞത് താനൊരു അരാഷ്ട്രീയവാദിയാണ് എന്നാണ്. അതായത് അന്ന് തനിക്ക് രാഷ്ട്രീയമില്ല എന്ന് പരസ്യമായി പറഞ്ഞ ആളാണ് ഈ സുരേഷ് ഗോപി. താനൊരു അരാഷ്ട്രീയവാദി ആയതുകൊണ്ടാണ് കോൺഗ്രസിന് വേണ്ടിയും CPMന് വേണ്ടിയും താൻ പ്രചരണം നടത്തുന്നതെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അന്ന് ഈ പറയുന്ന BJPയിൽ ചേരുന്നതിനെക്കുറിച്ച് ഒരു ചിന്ത പോലും സുരേഷ് ഗോപിയിൽ ഇല്ല എന്ന് നമുക്ക് വാർത്ത വായിച്ചാൽ മനസ്സിലാകും. പിന്നെയും 8 വർഷം കഴിഞ്ഞ്, അതായത് 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയപ്പോൾ മുതലാണ് സുരേഷ് ഗോപിയിൽ നിന്ന് അരാഷ്ട്രീയവാദത്തിൻ്റെ ആ പ്രേതം വിട്ടൊഴിഞ്ഞത്. ഇതിനിടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. 2006 കോൺഗ്രസിനും CPMനും വേണ്ടി ഒരേ സമയം വോട്ട് ചോദിച്ച സുരേഷ് ഗോപി 2011 വോട്ട് ചോദിക്കാനെത്തിയത് മറ്റൊരു പാർട്ടിക്ക് വേണ്ടിയാണ്. മുന്നണി UDF ആയിരുന്നു, പക്ഷേ പാർട്ടി കോൺഗ്രസ് അല്ല. അതിനു മുന്നിൽ ഒരു കേരള കൂടിയുണ്ട്, കേരള കോൺഗ്രസ് B, അതായത് R ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടി. അന്ന് പത്തനാപുരത്ത് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബാലകൃഷ്ണപിള്ളയുടെ മകൻ KV ഗണേഷ് കുമാറിന് വേണ്ടി വോട്ട് ചോദിക്കാനാണ് സുരേഷ് ഗോപി എത്തിയത്. ഇനി സുരേഷ് ഗോപി വോട്ട് ചോദിച്ച ആൾക്കാരിൽ ആരൊക്കെ ജയിച്ചു എന്ന് ചോദിച്ചാൽ VS അച്യുതാനന്ദനും KV ഗണേഷ് കുമാറും ജയിച്ചു. സ്വന്തം അമ്മാവനായ MB ഗംഗാധരൻ അന്ന് പാലൊളി മുഹമ്മദ് കുട്ടിയോട് തോറ്റു. 2011 KV ഗണേഷ് കുമാറിന് വേണ്ടി വോട്ട് ചോദിച്ച ശേഷം 2 വർഷം കൂടി കാത്തിരുന്നപ്പോഴാണ് കേന്ദ്രത്തിൽ BJP അധികാരത്തിലെത്തിയത്. നരേന്ദ്രമോദി ആദ്യമായി പ്രധാനമന്ത്രിയാകുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് സുരേഷ് ഗോപിക്കും ക്ഷണമുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഡൽഹിയിലേക്ക് പോയി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. അതിനുശേഷം കേരളം ഇന്നുവരെ മറക്കാത്ത ഒരു പ്രസ്താവനയും നടത്തി. തന്നോട് രാഷ്ട്രീയത്തിലിറങ്ങാൻ നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ സുരേഷ് ഗോപി തൻ്റെ നാട്ടിലേക്ക് മികച്ച വികസനം എത്തിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിയുടെ അടിമയാകാമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും പറയുകയായിരുന്നു. ആ പ്രസ്താവനയോടുകൂടിയാണ് അടിമ ഗോപി എന്ന വിശേഷണം സുരേഷ് ഗോപിക്ക് എത്തിയത്. അപ്പോഴും പുള്ളിക്കാരൻ രാഷ്ട്രീയത്തിലില്ല കേട്ടോ. 2016 അദ്ദേഹം രാജ്യസഭാ MP ആകുന്നത്. അതേ വർഷം തന്നെയാണ് പുള്ളിക്കാരൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വമെടുക്കുന്നത്. അതായിരുന്നു BJP. അതിനുശേഷം നമ്മൾ കണ്ടത് പുതിയൊരു സുരേഷ് ഗോപിയാണ്. എന്നാലും ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരുന്നില്ല അപ്പോഴും അദ്ദേഹത്തിന്. പിന്നെയും വർഷങ്ങൾക്ക് ശേഷം, അതായത് 2024 അദ്ദേഹം കേന്ദ്രമന്ത്രിയായി ചുമതല ഏറ്റതോടെയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ സാരമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. ഇത്രയും കാര്യങ്ങളാണ് 2006 മുതൽ ഇന്ന് വരെയുള്ള സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ജീവിത വിവരങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് സുരേഷ് ഗോപി തൃശ്ശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിഷയത്തിൽ അദ്ദേഹത്തിന് എതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരെ വാനരൻ എന്ന് വിളിച്ചാണ് ആക്ഷേപിച്ചത്. താൻ
ആക്ഷേപിക്കപ്പെടാനുള്ള ആളല്ലെന്നും തന്നെ ആക്ഷേപിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വാനര ജന്മത്തിന് തുല്യമാണ് എന്നുമാണ് പുള്ളിക്കാരൻ ഇന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ യഥാർത്ഥത്തിൽ ആരാണ് വാനരൻ? ഇത്രയും നേരം നമ്മൾ കേട്ട സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ജീവിത കഥ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വാനരൻ അഥവാ കുരങ്ങനെ അറിയാമല്ലോ. ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് ചാടാനും ആ രീതിയിൽ സഞ്ചരിക്കാനും അവർക്ക് പ്രത്യേക കഴിവുണ്ട്. യഥാർത്ഥത്തിൽ ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സഞ്ചാരമല്ലേ ഇതുവരെ സുരേഷ് ഗോപിയിൽ നിന്നും നമുക്ക് കാണാൻ സാധിച്ചത്? UDFിനൊപ്പം നിൽക്കുക, അതേസമയം LDFിനൊപ്പം നിൽക്കുക, അതിനുശേഷം വീണ്ടും UDF അനുഭാവം പ്രകടിപ്പിക്കുക, ഒറ്റയടിക്ക് BJPയിലേക്ക് ചാടുക, സ്വന്തം വ്യക്തിത്വത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് വേണമെങ്കിൽ അടിമയാകാമെന്ന് വരെ പ്രഖ്യാപിക്കുക. ഇതൊക്കെയാണ് ഇത്രയും കാലം പുള്ളിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. ഇങ്ങനെ പല പാർട്ടികൾക്കും പിന്തുണ പ്രഖ്യാപിച്ച് പലയിടത്തും മാറി മാറി അല്ലെങ്കിൽ ചാടി സഞ്ചരിക്കുന്ന സുരേഷ് ഗോപിയാണോ യഥാർത്ഥ വാനരൻ? അതോ വോട്ടർ പട്ടികയിൽ നടന്ന ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയ സാധാരണക്കാരായ ജനങ്ങളാണോ വാനരൻ? ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയുന്നതിന് മുൻപ് തന്നെ നിങ്ങളിൽ പലരും യഥാർത്ഥ ഉത്തരം മനസ്സിൽ പറഞ്ഞു കാണും. അതിനിടയിൽ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. സുരേഷ് ഗോപിയെ വേട്ടയാടുന്നത് ചെറുക്കാൻ BJP കോർ കമ്മിറ്റി യോഗം തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. പൊതുവിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് സുരേഷ് ഗോപി വിഷയത്തിലൂടെ ഭരണപക്ഷം, അതായത് ഇടതുപക്ഷം, ശ്രമിക്കുന്നതെന്നും യോഗം വിലയിരുത്തി. തൃശ്ശൂരിലെ ജനങ്ങളെ വിഡ്ഢികളായി ചിത്രീകരിക്കാനാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ശ്രമിക്കുന്നതെന്നാണ് പറയുന്നത്. ആരാണ് പറയുന്നത് എന്നറിഞ്ഞാൽ നിങ്ങൾ ചിരിക്കും. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷാണ് കക്ഷി. 2 ദിവസം മുൻപും 3 പ്രധാന നേതാക്കൾ സുരേഷ് കാരണം BJP വിട്ടതേയുള്ളൂ. ഇനിയും വിടാൻ വേണ്ടി പലരും കാത്തിരിക്കുകയാണ്. ആദ്യം തിരുവനന്തപുരത്തെ പ്രശ്നങ്ങൾ തീർത്തിട്ട് മതിയായിരുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടിയിരുന്നത് എന്ന് മാത്രമേ സുരേഷ് ജിയെ ഓർമ്മിപ്പിക്കാനുള്ളൂ.